രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ഏതിൽ തുടങ്ങാം? ഇൻസ്റ്റഗ്രാം വേണോ, വാട്സപ്പ് വേണോ, മെസ്സഞ്ചർ വേണോ? ഒരു കാര്യം ചെയ്യും. അക്ക ഇക്ക വെക്കം പൊക്കോ അത്തിപ്പഴം കൊത്തി തിന്നാൻ തത്ത മൈന പ്രാവ്. ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചറിൽ ആര് അല്ല മെസ്സേജ് പോലും ഇല്ല. ചിദംബരം എൻ്റെ റീലിൻ്റെ അടിയിൽ കമന്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഴിയിൽ നിന്ന് ഇറങ്ങില്ല. മണ്ടൻ എന്തല്ലേ ഓരോരുത്തന്മാരുടെ ഓരോ വട്ട്. പൃഥ്വിരാജ് എൻ്റെ ഈ റീലിൻ്റെ അടിയിൽ കമന്റ് ഇട്ടാൽ ഞാൻ പുതിയ ആടിനെ വാങ്ങിക്കും. ഈ ഐഡിയ കൊള്ളാലോ, ഫേമസ് ആവാൻ പറ്റിയ ഐഡിയ. ഇതങ്ങണ്ടായിരുന്നല്ലോ. അയ്യോ എന്നായിട്ട് ഞാൻ കയ്യിലൊന്നും ചെയ്തില്ല. അവിടെ വീടിട്ട് എന്റെ കൈ ഉളുക്കിട്ട് ആ കയ്യിലിടാൻ ഞാൻ ഓയിന്റ്മെന്റ് തപ്പുമായിരുന്നു. അന്നേരം ഒന്നുകൂടെ അത് മേലാതാക്കി. അല്ല ഓയിന്റ്മെന്റ് കിട്ടിയാ? നീ ഇത് എന്തും കൊണ്ട് എന്റെ തലയിലിട്ടുണ്ടാക്കിയ? അല്ല ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എന്റെ തലയിൽ ഇതല്ല വെക്കട്ടെ, നിന്റെ തലയിൽ നെല്ലിക്കാത്തളവാ. ഞാൻ തമാശക്ക് ഇങ്ങനെ. തമാശ? നിനക്ക് തമാശ കളിക്കാനുള്ള ആളാണോ ഞാൻ? അല്ല കൈ ഉളുക്കിയിട്ട് എനിക്ക് വേദന കൊണ്ട് വയ്യ. ഓയിന്റ്മെന്റ് അല്ലേ? അതാ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. അപ്പൊ നീ എന്റെ ഓയിന്റ്മെന്റ് കണ്ടോ? ഇല്ല ഞാൻ കണ്ടില്ല. ഞാൻ എവിടെയെങ്കിലും. പിന്നെ നീ ഓയിന്റ്മെന്റിന്റെ കാര്യം പറയുന്നതോ? അല്ല ഓയിന്റ്മെന്റ് ഞാൻ ഇവിടെ വെച്ച ഓയിന്റ്മെന്റാ, നീ എടുത്തായിരുന്നോ? ഞാനൊന്നും എടുത്തിട്ടില്ല. എന്നാ വേഗം പോയി എന്റെ ഓയിന്റ്മെന്റ് ഒന്ന് നോക്കിയെടുക്ക്. ഞാൻ നോക്കിയെടുക്കാം. ഇങ്ങനെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഓരോരുത്തന്മാര്. നീ ഇപ്പൊ ഈ കൈയും കൊണ്ട് ആശുപത്രി പോയേ പറ്റുള്ളൂ. പിന്നെ പിന്നെന്താ? കഴിച്ചല്ലോ. നീ കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, അമ്മ പുറത്തു പോയി. അപ്പൊ ഞാൻ എന്നിട്ടിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. ആണോ? എന്താ ഉണ്ടാക്കാനുള്ളേ? എനിക്കങ്ങനെ വഴക്കുണ്ടാക്കാൻ അറിയാം. അതെനിക്കറിയാലോ, നീ ഒരു വഴക്കാളിയാന്ന്. ഓക്കെ അതെ, ഞാൻ ഏട്ടായിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഉറപ്പാണോ? നിന്റെ സംശയം എന്താ? നിന്നെ അല്ലാണ്ട് പിന്നെ ആരെ ഞാൻ കല്യാണം കഴിക്കുക? നിനക്ക് വിശ്വാസമില്ലേ? എന്നാ ഒരു കാര്യം, അതായത് ചോദിക്കുമോ? ചിലർക്ക് ടീച്ചറെ കാണുമ്പോ അടിവയറ്റില് മഞ്ഞ് വീണ പോലെ തോന്നുന്നു പറയില്ലേ? അപ്പൊ ഏട്ടായിക്ക് എന്നെ കാണുമ്പോ എന്താ തോന്നുന്നത്? നിന്നെ കാണുമ്പോ എനിക്ക് റമസാനിലെ ചന്ദ്രികയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി. ആരു നീ ആരു നീ ആരു എന്താടാ ഇങ്ങനെയുണ്ട്? ഈ ഐറ്റം എങ്ങനെയുണ്ട്? ഓരോ കിടുതാപ്പം കൊണ്ട് വരും മനുഷ്യന്റെ സൗകര്യം കളയാനായിട്ട്. എടാ ഞാൻ ആ പൂരത്തിന്റെ അവിടെ നിന്ന് മറ്റേ ആ ഹിന്ദിക്കാരൻ്റെ കടയിൽ നിന്ന് മേടിച്ച പുള്ളി 30 രൂപ പറഞ്ഞ സാധന. ഞാനൊരു 50 രൂപ എടുത്തു കഴിഞ്ഞപ്പോ പുള്ളി 30 രൂപ തിരിച്ചു. അയ്യോ പുള്ളിക്ക് വൻ നഷ്ടമായി പോയല്ലേടാ. ഇതൊക്കെ എടുത്ത് പിടിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കേൾക്കും. മോളെ എന്റെ കൂടെ ഒന്ന് ആശുപത്രി വന്നേ. എന്നാ പറ്റിയെന്നോ? ഇത് തുണി ഇടാനായിട്ട് പുറത്തേക്ക് പോയപ്പോ അവിടെ തട്ടിമറിഞ്ഞ് വീണ് കൈക്ക് ഭയങ്കര വേദന. ഭയങ്കര വേദന. ഏതാശുപത്രിയിലാന്നോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രിയില് ആ ഓർത്തോയിലെ വിജയകുമാർ ഡോക്ടർ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ കൈ പൊങ്ങുന്നില്ല, ഭയങ്കര വേദന. വരാവോ? എന്നാ വാ. ഇതെന്നാ നീ മിണ്ടാത്തേ? മൗനവ്രതമാണോ? അതിന്റെ മൗനവ്രതം? നിന്റെ ഫോണ് മമ്മൂട്ടിയോ? നിന്റെ ഫോണില് പുതിയ മമ്മൂട്ടിയുടെ പടം വന്നോ? എന്നെ കൂടെ ഒന്ന് കാണിക്കുവോ? പിന്നെ ഇപ്പൊ മനസ്സിലായി, മമ്മൂട്ടിയുടെ പുത്തൻ നല്ല ഫോട്ടോ ഇതിനകത്ത് കിട്ടിയെന്ന്. എന്നെ കാണിച്ചു. പിന്നെ എന്നാ മമ്മൂട്ടിയുടെ വിടത്തില്ലയോ? അത്ര വലിയ ചാടയാണ്. നീ എന്റെ കൂടെ വരുവോ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. മുണ്ടാത്ത മൗനവ്രതം കൊണ്ട് നടക്കുന്നു. നീ കേട്ടാ? മൊത്തം കേട്ടോടാ? ഇല്ല അങ്ങനെ മൊത്തം കേട്ടില്ല, ഞാൻ കുറച്ച് കേട്ടാ. നാണമില്ലടാ ഒരുത്തന്റെ സ്വകാര്യത ലിക്വിഡ് താപ്പം കൊണ്ട് കയറി വരാൻ.
അപ്പൊ നിനക്ക് നാണമില്ലടെ ഇവിടെ രാവിലെ തന്നെ ഇവിടെ ഉമ്മർത്തിരുന്നിട്ട് ഈ കുളിച്ചത് സംസാരിക്കാൻ. കുലിസിത സംസാരം എന്നാ ഞാൻ അടുക്കളയിൽ സംസാരിക്കാടാ. അല്ല അടുക്കളയിൽ സംസാരിച്ചു, അടുക്കളയിൽ ഇച്ചിരി മസാലയൊക്കെ ആവാം. മസാലയാ? എന്തുവാണ് നീ പറയണത്? ഇത് റൊമാൻസ് ആണ്. മസാലപ്പൊടി നിന്റെ തലയിൽ ഇതൊക്കെ അല്ലേ വരുള്ളൂ. അല്ല പണിയൊന്നുമില്ല നിനക്ക്? എനിക്കാ രാവിലെ തന്നെ. എനിക്കെന്ത് പണി? നീ എന്നിട്ട് എന്തോ ഒരു ഓഡീഷനോ മറ്റേ പരിപാടിക്കൊക്കെ പോയായിരുന്നല്ലോ, എന്നിട്ട് എന്തായത്? ഫൺഫ്ലിക്സിന്റെ അല്ലേ? ആടാ ശരിക്കും അവര് പറഞ്ഞ ആ ക്യാരക്ടർ ഞാൻ കറക്റ്റ് ആപ്റ്റായിരുന്നു. എന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തതാ. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ അവര് വിളിക്കാന്ന് പറഞ്ഞു. ആണോ? അല്ല വിളിക്കാന്ന് പറഞ്ഞു. വിളിക്കും, പ്രതീക്ഷ കൈവിടണ്ട, അവർ എന്തെങ്കിലും വിളിക്കും. ഓഹോ. അല്ല നിനക്കിപ്പോ വേറെ പണിയൊന്നുമില്ല? നീ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടെ ഏകദേശം സെലക്ട് ആയ മട്ടാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു പാക്കേജ് എത്തുന്നില്ല. ആണോ? പ്രതീക്ഷ കൈവിടരുത്, കിട്ടും കേട്ടാ. എനിക്ക് ടൂറിയല്ലേ? കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം ഇരിക്കുന്നത്. അതെ, പ്രതീക്ഷ കൈവിടരുത്. അളിയ എന്താടാ? നമുക്ക് ഇത് വെച്ചിട്ടെ ആ പെറുക്കിക്കൊരു പണി കൊടുത്താലോ? നമ്മുടെ വർക്കിക്കാ? മോശം. എന്ത് മോശം? കൊടുക്കാം. ആണോ? എന്നാ കൊടുക്ക. ഇപ്പഴാ? അല്ല നാളെ. എന്നാ കൊടുക്കാം. പാ. അല്ല അയാൾ പുറത്തല്ലേ? പുറത്താടാ, ഇങ്ങോട്ട് വാ. പുറത്ത് പോയി കൊടുക്ക. തായമ്പു മണ്ണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തണുത്തിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖവാതിലിൽ അടയ്ക്കുകില്ല കാമിനി, നിന്നെ ഞാൻ ഉറക്കുകയില്ല. കോപ്പാണോ ഈ കാണിക്കുന്നേ? കോപ്പല്ല ചേട്ടാ, ഇത് എന്ത് ഇത്? ചേട്ടൻ എന്തിനാ ചൂടാവുന്നേ? കുറച്ച് ഒരു സ്ഥലം അവിടെ തലേ കയറിയിരിക്കുന്നു നീയൊക്കെ. അല്ല ചേട്ടൻ, ഞാൻ പറയുന്ന കേക്ക്, ഈ സാധനം ചേട്ടൻ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. എനിക്കങ്ങനെ നീ ഉപകാരപ്പെടുത്തണ്ട. ആഹാ. അല്ല ഇത് തല മുടി വളരും. അതെ, അതിനു വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എന്ത് കോപ്പ് വളർന്നാലെന്താ? അല്ല ഇത് കാലിഫോർണിയ നിന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഐറ്റമാ. ചേട്ടന് വേണ്ടി പ്രത്യേകിച്ച്. ഇതിന്റെ പേരെന്താണെന്നറിയോ? PRP. മുടി ഇല്ലാത്തവർക്ക് മുടി വരുന്ന ഒരു പ്രത്യേക സാധനമാണത്. ഇത് തലയിൽ ഇങ്ങനെ ചെയ്താൽ മതി, വരും മുടി. അതെ. ഇങ്ങനെ ഇപ്പൊ ചെയ്തില്ല അതേപോലെ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തമിഴ്നാട്ടിലുള്ള ആര്യവേപ്പിന്റെ തടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. പിന്നെ കേരളത്തിലുള്ള കുറച്ച് പച്ചമരുന്നുകളൊക്കെ കാലിഫോർണിയയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഫിറ്റ് ചെയ്ത് അവിടുന്ന് ഇത് ലയിപ്പിച്ചെടുത്ത് ഇതിന്റെ അറ്റത്ത് കണ്ട തലയിൽ മുട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മുടി വരും. അങ്ങനെയുള്ളൊരു എന്നാൽ നേരത്തെ പറയണ്ടേ? അതുകൊണ്ട് സമയം തരണ്ടേ? ചേട്ടൻ കയറി ചൂടാവുമല്ലേ? പിന്നെ അതേപോലെ ഈ പഞ്ചാബികളൊക്കെ ഇത് സ്ഥിരം യൂസ് ചെയ്യും. അവര് മുടിയൊക്കെ ഇങ്ങനെ ഉണക്കി ഇങ്ങനെ തലക്കെട്ട് വെക്കുന്ന കണ്ടിട്ടില്ലേ? ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറെ മുടിയുള്ള ആണുങ്ങളെ? അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ചാബികളെ മുടി കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് കാണാത്ത എന്തുകൊണ്ട്? അത്ര നീളം ഇത്രയുണ്ട്. അവര് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോണ്ട് ഞങ്ങള് ചേട്ടനൊരു ഉപകാരം ആയിക്കോട്ടെ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന്. പിന്നെ ഇത് ചെയ്യേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ടല്ലേടാ? അതായത് ഇത് ഗോമൂത്രം തലയിൽ തേക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, ഗോമൂത്രം തന്നെ തേക്കണം. പ്രശ്നമാവും.